ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, നിൻ്റെ കരങ്ങളിലേക്ക് ഈ വചനം കേൾക്കുന്നവരെയും കാണുന്നവരെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. അവരോരോരുത്തരുടെയും ജീവിതങ്ങളെ സ്പർശിക്കുകയും നിൻ്റെ വലിയ സൗഖ്യദായകമായ കരങ്ങൾ അവരുടെ മേൽ ഇപ്പോൾ വയ്ക്കുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, നീ ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഇവിടെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം പ്രാർത്ഥനയെക്കുറിച്ചാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ 21-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്: അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈശോയുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ പ്രാർത്ഥനാവേളയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമുക്കറിയാം, അവൻ നടന്ന അതേ വഴിയിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും നടക്കേണ്ടതെന്ന് യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം നമ്മൾ അതിൽ കാണുന്നുണ്ട്. അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരും പ്രത്യേകമായിട്ട് വിളി ലഭിച്ചവരുമാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ഈശോയുടെ വഴിയാണ് നമ്മൾ നടക്കേണ്ടത്. ഈശോ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സംഭവിച്ച അതേ കാര്യങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഈശോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ കണ്ടുമുട്ടുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്വർഗം തുറക്കപ്പെടുകയാണ്. സ്വർഗം തുറക്കപ്പെടുമെന്നുള്ളതാണ് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷകരമായൊരു കാര്യമെന്ന് പറയുന്നത്. സ്വർഗം തുറക്കപ്പെടുകയും സ്വർഗത്തിൽ നിന്ന് പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരികയും പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിലും ജീവിതത്തിലും നിറയുകയും ചെയ്യുന്ന കാര്യം നമ്മളിവിടെ കണ്ടുമുട്ടുന്നുണ്ട്. ഈശോയുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവാണ് സ്വർഗം തുറക്കപ്പെട്ട് ഇറങ്ങി വരുന്നത്. 3-ാമത് നമ്മൾ കാണുന്ന കാര്യം, അവന് സ്വർഗത്തിൽ നിന്ന് സ്വരമുണ്ടാവുകയാണ്: ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈ വലിയ ബോധ്യത്തിലേക്ക്, ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും നടക്കുന്നത് പ്രാർത്ഥനാ വേളയിലാണ് എന്നുള്ളതാണ്. ഞാൻ ദൈവപിതാവിൻ്റെ സ്വന്തമാണ് എന്നും ഞാൻ ദൈവത്തിൻ്റെ മകനാണ് എന്നും ദൈവം പ്രസാദിച്ച വ്യക്തിയാണ് എന്നും അതുകൊണ്ട് തന്നെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാനായിട്ട് കഴിയുമെന്നും പ്രാർത്ഥിക്കുന്ന ഓരോ മനുഷ്യനും തിരിച്ചറിയാൻ കഴിയുമെന്ന് ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 2-ാമത് നമ്മൾ വീണ്ടും കാണുന്ന ഈശോയുടെ ജീവിതത്തിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത, ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുമ്പോഴാണ്. അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അവൻ്റെ മുഖഭാവം മാറുന്നതും അവിടെ രൂപാന്തരീകരണം സംഭവിക്കുന്നതുമായിട്ട് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു എന്നാണ് പറയുന്നത്. മോശയും ഏലിയായും അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഇതാ, രൂപാന്തരീകരണം നടക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ഓരോ വ്യക്തിയും രൂപാന്തരപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ് അതിന് കാരണമായിട്ട് മാറുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. എൻ്റെ ജീവിതത്തിൽ ഇത് വളരെ കൃത്യമായിട്ട് എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും വളരെ ചെറുപ്പത്തിൽ 19 വയസ്സിൽ നവീകരണ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് എനിക്ക് കഴിഞ്ഞു. അന്ന് വരെ ഒരുപക്ഷെ മറ്റ് പല കാര്യങ്ങളിലും ഏർപ്പെട്ട് ജീവിതം വേറെ പല വിധത്തിലും നയിച്ചുകൊണ്ടിരുന്ന ഞാൻ പ്രത്യേക വിധത്തിൽ ദൈവം തിരഞ്ഞെടുക്കുകയും വിളിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ പ്രത്യേകമായിട്ട് അന്ന് വരെ ആദ്യമായിട്ട് ധ്യാനത്തിൽ ഒരു കാര്യം എനിക്ക് ദൈവം കൃപയായിട്ട് തന്നു. പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപയാണ് തന്നത്. വൈകുന്നേരങ്ങളിൽ മറ്റ് പല സ്ഥലങ്ങളിലും പോവുകയും കൂട്ടുകൂടുകയും കമ്പനി അടിക്കുകയും ചെയ്തിരുന്ന ഒരവസ്ഥയിൽ നിന്നും മാറിയിട്ട് നേരെ പള്ളിയിലേക്ക് പോകുവാനും പള്ളിയിൽ പോയി ദീപികാരുണ്യ സന്നിധിയിൽ ഇരിക്കുവാനും 2-3 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കുവാനും കർത്താവ് എനിക്ക് കൃപ തന്നു. ആ ഇരുന്ന ഓരോ ഇരിപ്പും ആദ്യമൊന്നും എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലായിരുന്നെങ്കിലും ഈശോയെ നോക്കിയിരിക്കുമ്പോൾ എന്തോ ഒരു വലിയ മാറ്റം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എനിക്ക് കാണാനായിട്ട് പറ്റുമായിരുന്നു.
പ്രത്യേകിച്ചും എന്നിലുള്ള വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അപകർഷതയുടെയും ഭയത്തിൻ്റെയും കുറ്റബോധത്തിൻ്റെയും ഒക്കെ അവസ്ഥകളിൽ നിന്ന് ഞാൻ പതുക്കെ പതുക്കെ വിമോചിതനാകുന്നത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ആ പ്രാർത്ഥനാ വേളയിലാണ്. ശരിക്കും ഒരു രൂപാന്തരീകരണത്തിലേക്ക് ഓരോ പ്രാർത്ഥനയും എന്നെ എത്തിച്ചുകൊണ്ടിരുന്നുവെന്ന് എനിക്ക് കാണുവാനായിട്ട് കഴിയും. എൻ്റെ ജീവിതം ഈ വിധത്തിൽ രൂപാന്തരപ്പെടുകയും അല്ലെങ്കിൽ ഈശോയുടെ വചനം പ്രസംഗിക്കുവാൻ തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ചൈതന്യം എന്നിലേക്ക് കടന്നു വരുവാനും കാരണം എൻ്റെ പ്രാർത്ഥനയുടെ ആ അനുഭവങ്ങളാണ് എന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഈശോ പ്രാർത്ഥിച്ചപ്പോൾ ഈശോയുടെ രൂപഭാവം മുഖഭാവം മാറിയെങ്കിൽ, അവൻ രൂപാന്തരപ്പെട്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ മുഖഭാവം മാറുമെന്നും നമ്മുടെ മുഖത്ത് തെളിമയുണ്ടാകുമെന്നും പുറത്തിറങ്ങുമ്പോൾ തന്നെ അത് മറ്റുള്ളവർക്ക് അനുവേദ്യമാകുന്ന വിധത്തിലേക്ക് രൂപാന്തരപ്പെടുമെന്നും നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഈശോയുടെ ജീവിതത്തിൽ വീണ്ടും ഈശോ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു പിശാചുബാധനെ സുഖപ്പെടുത്തുവാനായിട്ട് അപ്പസ്തോലന്മാരുടെ അടുത്ത് കൊണ്ടുവരുന്ന ഒരു സംഭവം മർക്കോസിൻ്റെ സുവിശേഷം നമുക്ക് 9-ാം അധ്യായത്തിൽ പ്രത്യേകമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അവിടെ അവർക്ക് ആർക്കും പിശാചുബാധിതനെ സുഖപ്പെടുത്തുവാനായിട്ട് കഴിയുന്നില്ല. അവരെല്ലാവരും വിഷമിക്കുകയാണ്. ആ ബാലൻ്റെ മൂഹനായിരുന്ന പിശാച് അവനെ തള്ളിയിടുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ചതുപോലെ കിടക്കുകയും ചെയ്തിരുന്ന ആ കുട്ടിയുടെ ജീവിതത്തിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഈശോ വരുന്നത്. ഈശോ വന്നിട്ട് അവനെ സുഖപ്പെടുത്തി കഴിയുമ്പോൾ ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് കർത്താവേ അവനെ സുഖപ്പെടുത്താനായിട്ട് കഴിയാത്തത്? അപ്പോൾ ഈശോ പറയുകയാണ്, ചിലതൊക്കെ പുറത്തു പോകണമെങ്കിൽ പ്രാർത്ഥന കൊണ്ടല്ലാതെ പുറത്തു പോകുകയില്ല ഈ വകയൊന്നും. ഈ വകയൊക്കെ പുറത്തു പോകണമെങ്കിൽ പ്രാർത്ഥന വേണമെന്ന് ഈശോ ഇവിടെ പഠിപ്പിക്കുന്നത് നമ്മൾ കാണുകയാണ്. തീർച്ചയായിട്ടും ഈശോ മരുഭൂമിയിലേക്ക് കടന്നു ചെന്ന് 40 ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചിലവഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈശോയെ പരീക്ഷിക്കുവാനായിട്ട് പിശാച് ഈശോയുടെ അടുത്തേക്ക് കടന്നു വന്നത്. ആ നിമിഷത്തിൽ തന്നെ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് പറ്റുന്നൊരു കാര്യമുണ്ട്. ഈശോ പിശാചിനെ ആ പ്രാർത്ഥനയുടെ ശക്തിയിൽ ദൈവവചനത്തും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതും പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുന്നതുമായ ഒരു കാഴ്ച നമ്മളിവിടെ കണ്ടുമുട്ടുന്ന ഒരു കാര്യമാണ്. എത്ര മനോഹരമായിട്ട് ഈശോ പിശാചിനെ കൈകാര്യം ചെയ്തുവെന്ന് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് ഈ ലോകത്തിൽ തിന്മയുടെ ഏതൊക്കെ വഴിയിലൂടെ നമ്മുടെ ജീവിതം കടന്നു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ചില ബലഹീനതകൾ കൊണ്ട് നമ്മൾ വിഷമിക്കുന്നുണ്ടോ, നമ്മൾ നിരന്തരം പോരാടേണ്ടി വരുന്ന ചില പാപങ്ങളുടെ ബന്ധനങ്ങളിൽ അകപ്പെടുന്നുണ്ടോ, ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ഈശോ പറഞ്ഞു തരുന്ന ഒരു കുറുക്കു വഴി എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെയാണ് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഈശോയുടെ ജീവിതം മുഴുവൻ ഈ പ്രാർത്ഥനയാൽ ബന്ധിതമായിരുന്നുവെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഈശോ അതിരാവിലെ പ്രാർത്ഥിച്ചിരുന്നുവെന്ന് മർക്കോസിൻ്റെ സുവിശേഷം 1:35 നമ്മൾ വായിക്കുന്നുണ്ട്. അതിരാവിലെ എഴുന്നേറ്റ് ഒരു വിജന പ്രദേശത്തേക്ക് പോയി അവൻ പ്രാർത്ഥനയിൽ ചിലവഴിച്ചുവെന്നാണ് പറയുന്നത്. അതിരാവിലെ എഴുന്നേറ്റ് വിജന പ്രദേശത്തേക്ക് പോകുന്ന ഈശോ, ഇതുപോലെ തന്നെ ഈശോ വൈകുന്നേരം പ്രാർത്ഥിക്കുന്നതായിട്ട് തിരുവചനം നമ്മളോട് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 14:23 വാക്യത്തിൽ വായിക്കുമ്പോൾ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം പ്രാർത്ഥിക്കാനായിട്ട് ഈശോ തനിയെ മലയിലേക്ക് പോയെന്നാണ് പറയുന്നത്. ഈശോ വൈകുന്നേരങ്ങളിൽ മലയിലേക്ക് പിൻവാങ്ങി മലയിൽ കയറിയിരുന്ന് ഈശോ പിതാവുമായിട്ട് നിരന്തരം സംസർഗത്തിലാകുന്ന കാഴ്ച ഇവിടെ തിരുവചനം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈശോ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നതായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാനായിട്ട് പറ്റും. ലൂക്കായുടെ സുവിശേഷത്തിൽ 6:12 ആ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാനായിട്ട് ഈശോ ഒരു മലയിലേക്ക് കയറിപ്പോയി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ അവിടെ ചിലവഴിച്ചുവെന്നാണ് അവിടെ നമ്മൾ കണ്ടുമുട്ടുന്ന കാര്യം. രാത്രി മുഴുവൻ ഈശോ പ്രാർത്ഥനയിൽ ചിലവഴിച്ചു. അതിരാവിലെ എഴുന്നേറ്റ് ഈശോ പ്രാർത്ഥിക്കാനായിട്ട് പോയി. വൈകുന്നേരങ്ങളിൽ മലയിലേക്ക് കയറി ഈശോ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഈശോ പകൽ സമയം പ്രാർത്ഥിക്കാനായിട്ട് പല ദിവസങ്ങളും മാറ്റിവെക്കുന്നത് ലൂക്ക 5:16 നമുക്ക് കണ്ടുമുട്ടാനായിട്ട് പറ്റും. ഈശോ പ്രാർത്ഥിക്കാനായിട്ട് വിജന പ്രദേശത്തേക്ക് പിൻവാങ്ങി പ്രാർത്ഥനയിൽ ചിലവഴിച്ചിരുന്നുവെന്ന് ലൂക്കാ സുവിശേഷകൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈശോ പറയുന്നത്,
ഇതാ ലൂക്കായുടെ സുവിശേഷത്തിൽ 10 അധ്യായത്തിൽ 34 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മറിയത്തിൻ്റെയും മർത്തയുടെയും ഒരു കഥ അവിടെ പറയുന്നുണ്ട്. ഈശോ ഒരിക്കൽ മർത്തയുടെയും മറിയത്തിൻ്റെയും വീട്ടിൽ ചെല്ലുന്നു. മർത്ത ഈശോയെ കണ്ട ഉടനെ അടുക്കളയിൽ കയറുകയും ഈശോയെ സൽക്കരിക്കാനായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ ഒരുക്കാനുള്ള വലിയ വ്യഗ്രതയിൽ ഏർപ്പെടുകയും ചെയ്തു. മറിയമാകട്ടെ ഈശോയുടെ പാദത്തെങ്കിൽ വന്നിരുന്ന് ഈശോയുമായിട്ട് വലിയ സ്നേഹത്തിൽ ഈശോ പറയുന്നത് കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. മർത്തയ്ക്ക് ഇത് കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് നമുക്കറിയാം. മർത്ത വന്ന് ഈശോയോട് പരാതി പറഞ്ഞു, കർത്താവെ, അങ്ങ് കാണുന്നില്ലേ, എൻ്റെ സഹോദരി ഇങ്ങനെ ഇരുന്ന് എന്നെ സഹായിക്കാതെ കാര്യങ്ങൾ അങ്ങയുടെ അടുത്തിരിക്കുന്നു, നീ കാണുന്നില്ലേ? അപ്പോൾ ഈശോ പറയുകയാണ്, മർത്ത മർത്ത. 2 പ്രാവശ്യം ആവർത്തിച്ച് ഈശോ മർത്തായി വിളിക്കുകയാണ്. വളരെ ഗൗരവമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും അങ്ങനെ വിളിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നിട്ട് പറയുകയാണ്, വളരെ ഗൗരവത്തോടെ ഈശോ പറഞ്ഞു, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, ഇത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ഈശോയുടെ കൂടെ ഇരിക്കുന്ന കാര്യമാണ്, ഈശോയുടെ അടുത്തിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യമെന്ന് ഈശോ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈശോ തൻ്റെ ജീവിതത്തിൽ പിതാവിനോട് കൂടെ ചിലവഴിക്കാനായിട്ടാണ് ഈശോ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചതെന്ന് പരസ്യ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഈശോ പിതാവിനോട് കൂടി ഇരുന്നത് പോലെ തന്നെ നമ്മൾ ഈശോയോട് കൂടി ഇരിക്കുകയാണെങ്കിൽ ഈശോ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു വരുമെന്നും ഒരു വലിയ മാറ്റത്തിലേക്കും രൂപാന്തരീകരണത്തിലേക്കും നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമെന്നും നമുക്ക് കാണുവാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈശോ പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മളോട് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു ശുദ്ധമായ ഹൃദയത്തോടു കൂടി വേണം നമ്മൾ പ്രാർത്ഥനയിലേക്ക് കടന്നു വരുവാനെന്ന് ഈശോ പ്രത്യേകമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 11 അധ്യായത്തിൽ 24 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, അപ്പോൾ അത് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ, അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. ഇതാണ് ഈശോ പറയുന്ന കാര്യം. നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. ലഭിക്കുമെന്ന് സംശയിക്കാതെ വിശ്വസിക്കണമെന്ന് ഈശോ ഓർപ്പിക്കുകയാണ്. ഒന്ന്, വിശ്വാസത്തിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. സംശയ മനസ്കന് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാമോ എന്ന് യാക്കോസ്ലിയ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് സംശയമില്ലാതെ പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഈശോ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. രണ്ടാമത് ഈശോ പറയുകയാണ്, നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. വെറുപ്പ് വെച്ചുകൊണ്ട് സ്നേഹത്തിന് വിരുദ്ധമായിട്ട് ഒരു പ്രവൃത്തിയിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പോകരുതെന്ന് ഈശോ പറയുകയാണ്. കാരണം ശുദ്ധമായൊരു ഹൃദയത്തോടു കൂടിയേ ഈശോയെ സമീപിക്കുമ്പോഴാണ് ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് കഴിയുകയുള്ളൂവെന്ന് ഈശോ ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 5:8 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മലയിലെ പ്രസംഗത്തിൽ ഈശോ എടുത്തു പറയുന്ന കാര്യമാണ്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഹൃദയശുദ്ധിയോട് കൂടി നമ്മൾ പ്രാർത്ഥനയിലേക്ക് കടന്നു വരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈശോയുമായിട്ട് മുഖാഭിമുഖം ദർശിക്കുവാനും ഈശോയെ കാണുവാനും ഈശോ പറയുന്നത് കേൾക്കുവാനും നമുക്ക് ഈശോയോട് പറയുവാനും തക്ക വിധത്തിൽ ഒരു വലിയ മാറ്റത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കാൻ കഴിയുമെന്ന് ഇവിടെ നമ്മൾ ഓർപ്പിക്കുന്നുണ്ട്. രണ്ടാമത് നമുക്ക് കണ്ടുമുട്ടാനായിട്ട് പറ്റുന്ന കാര്യം, എപ്പോഴും ഒരു സ്തുതിപ്പിൻ്റെ പ്രാധാന്യം പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. ഈശോ എപ്പോഴും കൃതജ്ഞതയർപ്പിച്ചുകൊണ്ടാണ്, സ്തുതിച്ചുകൊണ്ടാണ് പ്രാർത്ഥന തുടങ്ങുന്നത്. ദൈവത്തിൻ്റെ സർവ്വാധിപത്യത്തെ ഏറ്റുപറഞ്ഞുകൊണ്ടാണ് ഈശോ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സ്തുതിപ്പിൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈശോ ഓർപ്പിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ്ലീഹ നമ്മളോട് എടുത്തു പറയുന്ന ഒരു കാര്യം, 1 തെസ്സലോനിക്ക 5:17 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളിലും നന്ദി അർപ്പിക്കുക,
എല്ലാ കാര്യങ്ങളിലും നന്ദി അർപ്പിക്കുന്ന, ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്കുള്ള വളർച്ച നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സ്തുതിക്കാനായിട്ട് തുടങ്ങുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ, സ്തുതിപ്പിൻ്റെ അനുഭവത്തിൽ നമ്മളിലുള്ള പല മേഖലകളും സ്വതന്ത്രമാക്കപ്പെടുമെന്നും സ്വസ്ഥമാക്കപ്പെടുമെന്നും സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് കടന്നു വരുമെന്നുള്ളതുമാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് പ്രതീക്ഷ കൈവിടാതെ പ്രത്യാശയോടെ പ്രാർത്ഥിക്കണമെന്നും ഈശോ ഓർപ്പിക്കുന്നുണ്ട്. സ്നേഹിതൻ്റെ അടുത്ത് അർദ്ധരാത്രിക്ക് ചെല്ലുന്ന വ്യക്തി വലിയ കതകിൽ മുട്ടിയിട്ടും ഏക്കാൻ മടിച്ചു നിൽക്കുന്ന സ്നേഹിതൻ നിർബന്ധം സഹിക്ക വയ്യാതെ ഏറ്റുവന്ന് ഭക്ഷണം അല്ലെങ്കിൽ അപ്പം കൊടുക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഈശോ പറയുകയാണ്, ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിക്കുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. അപ്പോൾ ചോദിച്ചാൽ കിട്ടുമെന്ന്, അന്വേഷിച്ചാൽ കണ്ടെത്തുമെന്ന്, മുട്ടിയാൽ തുറക്കുമെന്ന്. എന്നിട്ട് ഈശോ പറയുകയാണ്, എത്രയധികമായി ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. പരിശുദ്ധാത്മാവിനെയാണ് ചോദിക്കേണ്ടതെന്ന് ഇവിടെ പ്രത്യേകമായിട്ട് ഈശോ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നമ്മൾ നിറഞ്ഞു കഴിഞ്ഞാൽ മറ്റെല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുമെന്നും പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാ മേഖലകളിലും നയിക്കുമെന്നുമുള്ള കാര്യം കൂടി ഇവിടെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈശോ പറയുകയാണ്, ഇതാ നിർബന്ധപൂർവം നിങ്ങൾ ചോദിക്കുക, ഒരു കാര്യത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ചോദിക്കുക, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രത്യേകമായിട്ട് ചോദിക്കാനായിട്ട് പറയുകയാണ്. വിധവയുടെ ന്യായാധിപൻ്റെ ഉമ്മ നമുക്കറിയാം. വിധവ ന്യായാധിപനെ പറ്റി അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ദൈവത്തെ മാനിക്കാത്തവൻ, ദൈവത്തെ ഭയപ്പെടാത്തവൻ, മനുഷ്യരെ മാനിക്കാത്തവനാണ്. രണ്ട് കാര്യങ്ങൾ ഉള്ള വിധവയോട് വിധവ ചെന്ന് അങ്ങനെയുള്ള ന്യായാധിപൻ്റെ അടുത്താണ് കരഞ്ഞ് നിലവിളിക്കുന്നത്. നിരന്തരം നിലവിളി കേട്ട് കേട്ട് അവസാനം ന്യായാധിപൻ പറയുകയാണ്, ഈ വിധവയെ എന്നെ നിരന്തരം ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ ഇവളുടെ കാര്യം സാധിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിരന്തരം ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിക്കാനായിട്ട് മടിക്കണ്ട എന്ന് ഈശോ നമ്മളെ ഓർപ്പിക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു സംശയം കൂടാതെ ദൈവത്തെ സമീപിക്കാമെന്നും ദൈവത്തോട് കൂടെയായിരിക്കാമെന്നും ദൈവത്തിൻ്റെ അടുത്തായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്വർഗം തുറക്കപ്പെടുമെന്നും അവിടെ നിന്ന് പരിശുദ്ധാത്മാവ് കടന്നു വരുമെന്നും ഇതാ ദൈവത്തിൻ്റെ സ്വരം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നും ഈശോ നമുക്ക് വളരെ വ്യക്തമായിട്ട് വീണ്ടും വീണ്ടും ഈശോയുടെ ജീവിതത്തിലൂടെ പറഞ്ഞു തരുന്നത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. പലപ്പോഴും പ്രാർത്ഥന കൊണ്ട് ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, മനുഷ്യൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മനസ്സ് ദൈവഹിതത്തിനനുസരിച്ച് മാറുകയാണ് പ്രാർത്ഥനാ വേളയിൽ പലപ്പോഴും സംഭവിക്കുന്ന നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് പതുക്കെ പതുക്കെ തിരിച്ചറിയാനും ആ ദൈവഹിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാനും പ്രാർത്ഥന കൊണ്ട് നമുക്ക് കഴിയുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കാത്തവനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയാനായിട്ട് പറ്റും. യാക്കോസ്ലിയ പറയുന്ന ഒരു കാര്യമുണ്ട്. 4-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ചോദിക്കുന്നവന് ലഭിക്കും, ചോദിക്കാത്തവന് ലഭിക്കുകയില്ല, പ്രാർത്ഥിച്ചാൽ കിട്ടും, പ്രാർത്ഥിക്കാത്തവന് അത് ലഭിക്കുകയില്ല. അനവധി അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാർത്ഥനയിലൂടെ സ്വന്തമാക്കാനായിട്ട് പറ്റും. നിത്യതയിൽ എത്തിച്ചേരുന്ന വഴികൾ തുറന്നു കിട്ടുവാനായിട്ട് പ്രാർത്ഥന നമ്മളെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നയിക്കൽ നിരന്തരം നടക്കുവാനായിട്ട് പ്രാർത്ഥന നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ചോദിക്കുന്നവനാണ് ഇതെല്ലാം ലഭിക്കുക. ചോദിക്കാത്തവന് പലപ്പോഴും ഇതൊന്നും ലഭിക്കാതെ പോകുന്നത് നമുക്ക് പലപ്പോഴും കാണാനായിട്ട് പറ്റുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. വീണ്ടും ഇതാ എത്രയോ പ്രവാചകന്മാർ പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 65-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വാക്യം പറയുന്നുണ്ട്, വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാനത് കേൾക്കും. അങ്ങനെ പറഞ്ഞ പ്രവാചകൻ തന്നെ യേശയ്യാ 64:7 പറയുന്നു, അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയെ മുറുകെ പിടിക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്നവൻ ആരുമില്ല. അങ്ങ് ഞങ്ങളിൽ നിന്ന് മുഖം മറച്ചിരിക്കുന്നു, ഞങ്ങളുടെ അകൃത്യങ്ങളുടെ പിടിയിലേക്ക് അങ്ങ് ഞങ്ങളെ വിട്ടുകളഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് അകൃത്യങ്ങളുടെ പിടിയിലേക്ക് വിട്ടുകളയുന്നത്? അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയെ മുറുകെ പിടിക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യാത്തത് കൊണ്ടാണ് എന്ന് പ്രവാചകൻ ഇവിടെ പറയുകയാണ്. പ്രവാചകന്മാർ പലപ്പോഴും ആവർത്തിച്ച് ഈ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് കാണാനായിട്ട് പറ്റും. പ്രാർത്ഥിക്കാതിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ ഓർക്കുക.
അതുകൊണ്ട് പ്രാർത്ഥനയുടെ ഒരു ജീവിതത്തിലേക്ക് കടക്കുവാനായിട്ട് നമ്മൾ ഒരു തീരുമാനമെടുത്താൽ, ഈശോയുമായിട്ടൊരു അടുത്ത ബന്ധം സ്ഥാപിച്ചാൽ, ഒരു സ്നേഹിതനോടെന്ന പോലെ സംസാരിക്കുവാനും ബന്ധപ്പെടുവാനും സ്വർഗവുമായിട്ട് ഏറ്റവും അടുത്ത ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുവാനും കഴിയുമെന്നുള്ളതാണ് വിശുദ്ധ എഡിത്ത് സ്റ്റേയിൻ്റെ ജീവിതത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. അവർ കോൺസെൻട്രേഷൻ ക്യാമ്പിലായിരുന്ന സമയത്ത് അവിടുത്തെ പാറാവുകാരൻ പറയുന്ന ഒരു കാര്യം, പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുന്ന വിശുദ്ധ എഡിത്ത് സ്റ്റേയിനെ കണ്ടാൽ അവർ മറ്റൊരു ലോകത്ത് നിന്ന് ഇറങ്ങി വരുന്നത് പോലെയാണ് അനുഭവപ്പെടുക എന്ന്. അതാണ് പ്രാർത്ഥനയുടെ പ്രത്യേകത. മറ്റൊരു ലോകവുമായിട്ട്, നമുക്ക് ഈ ലോകത്തെ അല്ലാതെ മറ്റൊരു ലോകവുമായിട്ട് ബന്ധപ്പെടുവാനും ആ ലോകത്ത് ആയിട്ടുള്ള അനുഭവങ്ങളിലേക്ക് കടക്കുവാനും പ്രാർത്ഥന എന്ന വഴിയല്ലാതെ മറ്റൊരു വഴിയിലൂടെയും നമുക്ക് കടക്കുകയില്ല എന്നുള്ളതാണ് കാര്യം. കടക്കാൻ പറ്റുകയില്ല എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും അത് കൊണ്ടുവരുവാനായിട്ട് ദൈവം നമ്മളെ അനുവദിക്കട്ടെ. അതിനായിട്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ഈ നിമിഷങ്ങളിൽ ഇത് കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ എല്ലാ മേഖലകളിലേക്കും ചൊരിയപ്പെടട്ടെ. അവരുടെ ജീവിതം എല്ലാ മേഖലകളും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ അവരെ എപ്പോഴും സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ.